പരിശുദ്ധാത്മാ നിറവിൽ മുന്നോട്ട് പോകുന്ന ദൈവജനത്തിൻ്റെ അവരുടെ വിവിധ നിലകളിലുള്ളതായ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. പ്രധാനമായും 4 പ്രത്യേക സ്വഭാവ സവിശേഷതകൾക്ക് അവർ ഉടമകളായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അവർ ദൈവവചനത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായി. ഇറ്റ് വാസ് എ ലേണിംഗ് ചർച്ച്. ദൈവവചനം പഠിക്കുന്ന ഒരു സഭയായിട്ട് അവർ തീരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടമായി അവർ മാറുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അടുത്തതായി നമ്മൾ കാണുന്നത് അവരുടെ ഒരുമിച്ചുള്ളതായ കൂട്ടായ്മയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അവർ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊരു കൂട്ടമായി അവർ തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് അവരുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മ എന്നുള്ള വാക്കിന് വ്യത്യസ്തമായ നിലയിലുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിപ്പാൻ കൊണ്ടും ദൈവം സഹായിച്ചു. നാലാമത്തെ പ്രധാനപ്പെട്ടൊരു ചിന്തയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് കയറുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 3 പ്രധാന കാര്യങ്ങൾ അല്പം വിശദമായി ഓർപ്പിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. എന്നാൽ അങ്ങനെ ദിനംതോറും അവർ ദൈവസന്നിധിയിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും സന്തോഷത്തോടെ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി അവർ മാറി എന്നുള്ളത് മാത്രമല്ല, ആ സന്തോഷം അവരിൽ തന്നെ അവർ ഒതുക്കി വെക്കാതെ, നമ്മളതിൻ്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലെ ഓരോ അനുഭവങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അവരുടെ ജീവിതാനുഭവത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, അവരനുഭവിച്ച ആ സന്തോഷം അവർ പങ്കിടുന്നവരായിരുന്നു എന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ഉള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അനവധിയായ വേദ ചിന്തകന്മാർ അതിനെക്കുറിച്ച് പല നിലയിലുള്ളതായ വിശദീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ പൊതുവിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു തീമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരെങ്ങനെ ഈ വചനം, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം എങ്ങനെ അവര് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായ ചരിത്രമാണല്ലോ അപ്പോസ്തല പ്രവൃത്തികൾ. അതാണ് അതിൻ്റെ പ്രധാന വിഷയമെന്ന് നമുക്കറിയാം. ഒരു ഭാഗം യെരുശലേമിൽ നിന്ന് തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം അന്ന് നിലവിലുണ്ടായിരുന്ന അതേ സാമ്രാജ്യങ്ങളോളം ചെന്ന് ദൈവത്തിൻ്റെ വചനം എപ്രകാരം മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ ഈ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി തീരുന്നു. അവർ പഠിക്കുന്നവരും ദൈവത്തിൻ്റെ ആലോചന അന്വേഷിക്കുന്നവരുമായി അവർ മാറുന്നു. പരസ്പരം കരുതുന്ന ഒരു കൂട്ടമായി അവർ മാറുന്നു. അതുമാത്രമല്ല, പ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അവരുടെ മിഷൻ ആൻഡ് ഔട്ട്റീച്ച്, അതായത് അവരെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ അതേ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചില്ലെന്നൊരു സമൂഹമായി അവർ മാറി എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ് കണ്ടത്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നിശ്ചയമായിട്ടും അവർക്കുണ്ടായ, അതിന് മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു, അവരുടെ ഹൃദയത്തിനുണ്ടായ സന്തോഷം, ആ ഹൃദയത്തിനുണ്ടായ ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ അനുഭവിച്ചതായ സന്തോഷത്തിൻ്റെയും ആ ഉല്ലാസത്തിൻ്റെയും അനുഭവങ്ങൾ അവർക്കുള്ളതുപോലെ തന്നെ ഇത് മറ്റുള്ളവരോട് അറിയിക്കുവാനും അവർ നിശ്ചയമായും അവസരങ്ങൾ എടുത്തു എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3 പ്രധാന കാര്യങ്ങളാണ് ആദിമസഭയുടെ സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്, നമ്മൾ സാധാരണ പറയാറുണ്ട്, കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, അത് നാം അനുഭവിക്കുന്ന ആ ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പറയുവാൻ നാം കടംപെട്ടവരാണ്. ഒരുപക്ഷെ ദൈവവചനത്തിൻ്റെ ആഴമായ അറിവോ ദൈവശാസ്ത്രപരമായ വിജ്ഞാനമോ ഒന്നും നമുക്കുണ്ടാകണമെന്നില്ല. യേശുവിനെ നമ്മൾ എങ്ങനെ അനുഭവിച്ചു, നമുക്ക് എങ്ങനെ ഒരു ദൈവപൈതലായി തീരുവാൻ സാധിച്ചു എന്നുള്ള ജീവിത അനുഭവം കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് കർത്താവിനെ നമുക്ക് പ്രസന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്ന് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്,
രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് ആയിരുന്നിരിക്കാം? നിശ്ചയമായിട്ടും ദൈവസഭയ്ക്ക് കൊടുത്തതായ ആ ശ്രേഷ്ഠകരമായ ഒരു ദൗത്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിശ്ചയമായിട്ടും കർത്താവിനെ ഒരുമിച്ച് കൂടി വന്ന് ആരാധിച്ച ദൈവജനം അവർ കർത്താവിന്റെ സാക്ഷികളായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊന്ന്, അപ്പോസ്തലന്മാർ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവര് പ്രസംഗിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ വചനം. പത്രോസിന്റെ ആരംഭ പ്രസംഗം നമ്മൾ വിശദമായിട്ട് അവിടെ ചിന്തിക്കുകയുണ്ടായി. ആ പ്രസംഗം തന്നെ വിലയിരുത്തിയാൽ എങ്ങനെയാണ് യേശുവിനെ മറ്റൊരാൾക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ നല്ലൊരു ചിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ ഒരു പ്രസംഗത്തിന്റെ പുസ്തകമെന്നും നമുക്ക് വിളിക്കാം. ആ നിലയിൽ പ്രധാനപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ദൈവവൃത്യന്മാരുടെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ ദൈവസഭയിലുള്ള ഓരോ വ്യക്തികളും അവർ കർത്താവിന്റെ സാക്ഷികളായത് നിമിത്തമായിട്ട്, അതുമാത്രമല്ല ദൈവമക്കൾ തമ്മിലുള്ള അവരുടെ ആ കൂട്ടായ്മയും സ്നേഹബന്ധവും മറ്റുള്ളവർക്കൊരു മാതൃകയായി തീർന്നത് നിമിത്തവും അനേകർ കർത്താവിന്റെ കൃപയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. ഇത് മൂന്നുമാണ് അവരുടെ കൂട്ടങ്ങളിലേക്ക് അനേകർ കടന്നു വരുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ ദാസന്മാർ നിമിത്തമുള്ള ദൈവിക സന്ദേശം, ഓരോ ദൈവപൈതലും കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിലുള്ള അവരുടെ ഉത്തരവാദിത്വം, മറ്റൊന്ന് ദൈവജനങ്ങൾ തമ്മിലുള്ളതായ കൂട്ടായ്മയും സന്തോഷവും മറ്റുള്ളവരെ വളരെയധികം ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിന്റെ എല്ലാം ചുരുക്കമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇതാണ്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നു, ദൈവജനം കർത്താവിനെ സാക്ഷിക്കുന്നു, അവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെ ഒരു വലിയ ആത്മീയ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരാളെ കർത്താവ് ദൈവസഭയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്ന ആരാണ്? വാസ്തവത്തിൽ ആ ദൈവപ്രവൃത്തി ചെയ്യുന്നത് കർത്താവാണ് ഒരുവനെ വിളിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. ഒരു ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്: നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പോൾ കർത്താവാണ് ഈ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമ്മെ വിളിക്കുന്നത് എന്നുള്ളത് വളരെ ഇവിടെ സ്പഷ്ടമാണ്. അത് ദൈവദാസന്മാരിൽ കൂടെയും ദൈവസഭയുടെ അതേ സാക്ഷ്യത്തിൽ കൂടെയും ഒക്കെ ആകാം, വിവിധ മുഖാന്തരങ്ങളിലൂടെ ആകാം. മറ്റൊരു കാര്യം നമ്മൾ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആദിമസഭയിലേക്ക് എങ്ങനെയാണ് ജനം കടന്നു വന്നത്? ഒന്ന്, കർത്താവ് അവരെ കൂട്ടി എന്ന് കാണുന്നു. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ, ഇല്ലേ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെ എന്നല്ല, രക്ഷിക്കപ്പെടുന്നവരെ എന്നാണ്. those who were being saved എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെടുന്നവരെ, നമുക്കറിയാം, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടുമെന്നുള്ള ആ രക്ഷയുടെ ത്രികാല അനുഭവത്തെക്കുറിച്ച് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു ദൈവവേദൽ ദൈവസന്നിധി വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുന്നതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ക്രമേണ ആ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിൽ അവൻ വളർന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ എന്നുള്ള പദം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് ദൈവദാസന്മാർ അല്ലെങ്കിൽ ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമുക്ക് തന്നെ ചില ചോദ്യങ്ങൾ അവിടെ ചോദിക്കാൻ കഴിയും. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ രക്ഷയുടെ അനുഭവത്തിനകത്ത് നിശ്ചയമായിട്ട് ഒരു കൂട്ടായ്മ ബന്ധമുണ്ട്. ഒരു സ്വന്തമായ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയാം, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം മുതൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചു. അത് വ്യത്യസ്തമായ ഇടങ്ങളിലോ വ്യത്യസ്ത പേരുകളിലോ ഒക്കെ അറിയപ്പെടുന്നെങ്കിലും നമുക്കറിയാം, ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ് നമ്മെ ഈ രക്ഷയുടെ അനുഭവത്തിൽ ഇന്നുവരെയും വളരുവാൻ നമ്മെ സഹായിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുക, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്. അപ്പോൾ ദൈവസഭ എന്നുള്ളതായ ഒരു മർമ്മം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു കൂട്ടായ്മയുടെ ബന്ധം, അതാണ് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലെ രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ, രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിനെ
കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സഭയോട്, ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ദൈവം അവനെ വിളിക്കുന്നുണ്ട്. നമുക്കറിയാം, അനേകരും അങ്ങനെ തിരിച്ചു പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകാത്തവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളങ്ങനെ കേൾക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം ഒരു ദൈവവേദന ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് അവന് വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിന്റെ തിരിച്ചും നമ്മൾ അതിന്റെ മറുഭാഗം കൂടി ചിന്തിച്ചാൽ, രക്ഷിക്കപ്പെടാത്തവരല്ല സഭയിൽ വരുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ചെയ്യുന്ന സഭയോട് ചേർത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ കൂട്ടുന്നതല്ല സഭയെന്ന് പറയുന്നത്, ആൾക്കൂട്ടമല്ല സഭയെന്ന് പറയുന്നത്. അവിടെ വാസ്തവത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച പാപവഴിയിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചവരുടെ കൂട്ടമാണ് വാസ്തവത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്. ആ ഒരു സത്യവും അതിനകത്ത് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ളൊരു നല്ല ചിത്രവും വാസ്തവത്തിൽ ആ 2-ാം അധ്യായത്തിലുണ്ട്. പിന്നീട് നമുക്കതിനെക്കുറിച്ച് വിശദമായി കാണാൻ കഴിയുന്നുണ്ട്, അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ 4 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുകയുണ്ടായി. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പരിശുദ്ധ നിറവ് പ്രാപിച്ച ആ കൂട്ടത്തിനുണ്ടായിരുന്ന 4 സവിശേഷതകളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചിന്തിച്ചു വന്നത്. ഇന്ന് നമ്മൾ അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വേഗം പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായം നമുക്കറിയാം, കർത്താവ് തന്റെ ദാസന്മാരിൽ കൂടെ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം ചെയ്തു എന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളവിടെ കാണുന്നുണ്ട്, അവര് ദൈവത്തിന്റെ ദാസന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 43-ാം വാക്യം ഒന്ന് വായിക്കാമോ? എല്ലാവർക്കും ഭയമായി. ലൂക്കോസ് അതിനെ ഒരു ജനറലായിട്ട് അവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിനെ ആദ്യം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 42-നും 43-ൽ ഏറിയ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ ആദ്യമായി നടന്നൊരു ആദ്യമായി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു അത്ഭുതം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ പത്രോസും യോഹന്നാനും ചെന്ന് അവന് യേശുവിന്റെ നാമത്തിൽ അവന് നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തി. 3-ാം അധ്യായത്തിൽ അത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. 40-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്ന, 4-ാം അധ്യായത്തിലാണ് ആ പ്രായത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായം നോക്കിയാട്ടെ, അതിന്റെ 22-ാം വാക്യത്തിൽ ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം, അപ്പൊ 40s-ലുള്ള ഒരു മനുഷ്യനെയാണ് ഇവിടെ സൗഖ്യമാക്കുന്നത്. 40-ലധികം വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. ദൈവാലയത്തിൽ ചെല്ലുന്നവരോടെല്ലാം ഭിക്ഷയാചിപ്പാനായിട്ട് ആ മനുഷ്യനെ കൊണ്ടുവന്ന് അവിടെ ദൈവാലയ ഗോപുരത്തിൽ, സുന്ദരമെന്ന് പേരുള്ള ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി കൊണ്ട് ഇരുത്തുന്ന ഒരു അനുഭവമുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആ മനുഷ്യനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം, നമുക്കറിയാം യഹൂദന്മാരുടെ 9-ാം മണി നേരം എന്ന് പറയുന്നത് നമ്മുടെ സമയമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞൊരു 3 മണി സമയമാണ് 9-ാം മണി നേരം. യഹൂദന്മാരുടെ സമയക്രമം അനുസരിച്ച് നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ളൊരു 3 മണി സമയത്ത് പള്ളിയിലുള്ള പ്രയറിനായിട്ട്, പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പത്രോസ് യോഹന്നാനും പോവുകയാണ്. ഇങ്ങനെ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചില ചുമന്നുകൊണ്ട് വരുന്നു. അവിടെ ഭിക്ഷയാചിപ്പാൻ ഇരുത്തുന്നുണ്ട്. അങ്ങനെ അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെ കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനെന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. ഈ ഒരു സംഭവം 2-ാം അധ്യായത്തിൽ ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്. നമ്മളത് ഞാൻ ഒറ്റ വാക്കിൽ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടിരുന്നു. 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ നടന്നൊരു സംഭവം, ആ സംഭവത്തെ അങ്ങനെ വിശദീകരിക്കുന്നു.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിലൂടെ കേൾവിക്കാർക്ക് വിശദമാക്കി കൊടുക്കുന്നു. 3, ആ നടന്ന സംഭവത്തിൻ്റെ അനന്തര ഫലം എന്താണെന്ന് 2-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ ചിന്തിച്ചു. ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഈ 3-ാം അധ്യായത്തിലും. 3-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നു. എന്താണ്? ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കൂടി വന്നവരെല്ലാം പരിഭ്രമിക്കുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? എന്താണ് ഈ നടക്കുന്നത്? പെന്തക്കോസ്ത് നാളിൽ കണ്ടതുപോലെ തന്നെയാണ്. പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജനം നിറയുന്നതൊക്കെ കണ്ടപ്പോൾ കൂടി വന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ആ സംഭവം അങ്ങനെ തന്നെ എടുത്തെഴുതിയിരിക്കുന്നത് പോലെ ഇവിടെയും ഒരു സംഭവം അതുപോലെ തന്നെ ലൂക്കോസ് എടുത്തെഴുതിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നു. എന്നും വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവന്റെ സൗഖ്യം പെട്ടെന്നായിരുന്നു. അവൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, അവൻ പോലും ആഗ്രഹിക്കാത്തൊരു സമയത്ത്, അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ചോദിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവന് സൗഖ്യമുണ്ടാകുകയാണ്. സൗഖ്യമുണ്ടാകുക എന്ന് മാത്രമല്ല, അവന് പൂർണ്ണമായ സൗഖ്യം. അതായത് 40-ലധികം വയസ്സുള്ള ഒരാള്, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരാള്, അവന് കിട്ടിയ സൗഖ്യത്തിന്റെ 2-3 പ്രത്യേകതകൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അത് പെട്ടെന്നായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അവന് ദൈവിക സൗഖ്യമുണ്ടാകുന്നത്. അവൻ എഴുന്നേറ്റു. അവന് കംപ്ലീറ്റ് ആയിട്ടൊരു ഹീലിംഗ് ആണ് ഉണ്ടായത്. നമുക്കറിയാം, ഒരിക്കലും നടന്നിട്ടില്ല ഒരാൾക്ക് നടക്കാൻ കഴിയണമെങ്കിൽ നമുക്കറിയാം 3-4 മാസമൊക്കെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്ത് അങ്ങനെയൊന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ പറയുന്നില്ല. പെട്ടെന്ന് അവൻ നടക്കുകയാണ്. നടക്കുക മാത്രമല്ല, അവൻ തുള്ളിയും ചാടിയും അവരോട് ഒരുമിച്ച് ദൈവാലയം. ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സൗഖ്യം, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് അവന് കർത്താവ് നൽകുകയാണ്. അപ്പൊ ഈ സംഭവത്തെക്കുറിച്ച് ജനം പരിഭ്രമിച്ചു. 11-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് എന്താണ് ഈ സംഭവിച്ചത്. വാസ്തവത്തിൽ ആ ഒരു അത്ഭുതവും അടയാളവും, അല്ലെങ്കിൽ ആ ഒരു അത്ഭുതം അവിടെ നടന്നതുകൊണ്ട് ജനത്തിനെല്ലാം ഒരു വലിയ ആകാംക്ഷയുണ്ടായി, ഇതെന്താ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 11-ൽ വായിക്കുന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റെ എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. കണ്ടോ? അപ്പം ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒരു വലിയ, എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കാനുള്ള ഒരു വലിയ ആകാംക്ഷ ജനത്തിനുണ്ടായി. ഇത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ജനമെല്ലാം ഓടിക്കൂടി. അവരോടാണ് പത്രോസ് സംസാരിക്കാൻ തുടങ്ങിയത്. ഇവിടെയും വാസ്തവത്തിൽ കർത്താവിന്റെ സുവിശേഷം അവരോട് പങ്കുവെക്കാനുള്ള ഒരു മുഖാന്തരമായി ഈ അത്ഭുതവും അടയാളവും മാറി. ജനമെല്ലാം ഓടിക്കൂടി. അല്ലെ അവരെല്ലാം പള്ളി വന്നവരെല്ലാം അവരുടെ കാര്യം കഴിഞ്ഞ് പോയേനെ. പക്ഷെ ഈ കണ്ട കാര്യം അവരെല്ലാം വളരെ സാധാരണ കാണുന്നൊരു കാഴ്ചയല്ല. ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവിടെ ഓടിക്കൂടി പത്രോസിനോട്, പത്രോസ് അത് കണ്ടിട്ട്, നമ്മൾ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്. താഴോട്ട് നമ്മൾ വായിക്കുന്നത് പത്രോസിന്റെ ഒരു 2-ാമത്തെ പ്രസംഗമാണ്. 1-ാമത്തെ പ്രസംഗം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടെങ്കിൽ പീറ്ററിന്റെ, പത്രോസിന്റെ 2-ാമത്തെ മെസ്സേജാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെയും എന്തായിരുന്നു ഈ അത്ഭുതത്തോട് ബന്ധപ്പെട്ട് പത്രോസ് എപ്രകാരം അവരോട് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൗഖ്യത്തെക്കുറിച്ച് 1-2 കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ മുടന്തനായ മനുഷ്യൻ, നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ പത്രോസിന്റെ ഈ പ്രസംഗത്തിന്റെ ഇടയിലൊന്നും ഈ മുടന്തനായ മനുഷ്യൻ കയറി അതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെ തൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അതിനെയെല്ലാം ശരിവെക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് വേദചിന്തകന്മാർ പറയുന്നത്, നിശ്ചയമായിട്ടും ഈ സൗഖ്യമെന്ന് പറയുന്നത്, ഈ മനുഷ്യന് ലഭിച്ച സൗഖ്യം അവന്റെ ശാരീരിക വിടുതൽ മാത്രമല്ല, നിശ്ചയമായിട്ടും അവൻ യേശുവിനെ അറിയാനുള്ളൊരു മുഖാന്തരമായി അത് മാറി. കർത്താവിനെ അറിയാനുള്ളൊരു മുഖാന്തരമായി നിശ്ചയമായും ആ സൗഖ്യം മാറി. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു. അതൊരു ഫിസിക്കൽ ഹീലിംഗ് മാത്രമായിരുന്നില്ല, ശരിക്കും അവനൊരു സ്പിരിച്വൽ ഹീലിംഗ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് നമുക്കത് മനസ്സിലാക്കുവാനാണ്. അവൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ആ ദൈവിക സൗഖ്യത്തെ അവന്റെ ജീവിതത്തിൽ കർത്താവിനോട് അല്ലെങ്കിൽ യേശുവിനെ അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുഖാന്തരമായി എന്ന് നമുക്ക് അവിടെ നിന്ന് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് അവൻ അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടി വന്നവരെല്ലാം ചോദിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു, പത്രോസ് അവരോട് പറഞ്ഞു തുടങ്ങുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്?
ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? നോക്കുക, ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം. അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നത് പരിശുദ്ധാത്മ പകർച്ചയെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് പത്രോസ് വിശദീകരിക്കുമ്പോൾ പഴയ നിയമ ഉദ്ധരണികളൊക്കെ എടുത്താണ് അവർക്ക് അതിന്റെ വിശദീകരണം കൊടുക്കുന്നത്. യോവേൽ പ്രവചനത്തിൽ നിന്നും സങ്കീർത്തന ഭാഗത്തിൽ നിന്നും ഒക്കെ വിശദീകരണമായിട്ട് അതിന് പത്രോസ് നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണുമ്പോൾ ആശ്ചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെ ദൈവവചനത്തിലേക്കും യേശുവിലേക്കും അല്ലെങ്കിൽ ദൈവശക്തിയാണ് ഇതിന് മുഖാന്തരമായത്, കർത്താവാണ് സൗഖ്യദായകൻ എന്നുള്ള ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് ഒന്നാമതായിട്ട് അവിടെ പത്രോസ് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടു. ഇതിങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? അപ്പോൾ നിശ്ചയമായിട്ടും ഈ ജനമെല്ലാം പത്രോസിനെ യോഹന്നാനെ ഉറ്റുനോക്കുന്നുണ്ട്. ഈ മനുഷ്യനുണ്ടായ സൗഖ്യത്തെക്കുറിച്ചൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷെ അത് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വിഷയം. അവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഒന്നും ചെയ്തതല്ല. ശരിക്കും ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം അത് ഡൈവേർട്ടായി പോകാതിരിക്കാൻ അവരാദ്യമേ ശ്രമിക്കുകയാണ്. ദൈവമഹത്വത്തെ അവർ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുവാനായിട്ട് അവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ചെയ്തതല്ല. നോക്കുക, ഈ ദൈവം ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നു. അവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ദൈവത്തിന്റെ നാമത്തിനായിരിക്കണം അതേ മഹത്വം ഉണ്ടാകേണ്ടത്. ഇവിടെ അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങളെ നിങ്ങൾ എന്തിനാ ഉറ്റുനോക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസവും ഈ അപ്പോസ്തല പ്രവൃത്തിയെ കുറിച്ചുള്ള ഒരു ചിന്തകൻ പറഞ്ഞത്, ഈ അടുത്തിടെയായി നടന്നൊരു റിസർച്ചില് ആരംഭകാലങ്ങളിലൊക്കെ പെന്തക്കോസ്തിന്റെ അനുഭവത്തെക്കുറിച്ച് കണ്ടും കേട്ടും അനുഭവിച്ച ഒരു ദൈവദാസ്, അദ്ദേഹത്തിന്റെ ദീർഘവർഷങ്ങളെ പരിചയത്തിന് ശേഷം ഈ അടുത്തിടയിൽ അദ്ദേഹം നടത്തിയ ഒരു റിസർച്ചിൽ അദ്ദേഹം പറയുന്നത് ഒത്തിരി മാറ്റങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിനുണ്ടായി. ഇതിലൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇതാണ്: പണ്ട് പെന്തക്കോസ്ത് ജനങ്ങൾ അവര് അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വസിച്ചിരുന്നവരെന്ന് മാത്രമല്ല, സാധാരണ ദൈവദാസന്മാരിൽ കൂടെയും സാധാരണ വിശ്വാസികൾ കൂടെയും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവർ കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യം നൽകുമായിരുന്നു. അവർ പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ അവർ അനുഭവിച്ചു. എന്നാൽ ഇന്ന് അത് മാറി. ഇന്ന് അവരെന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ഒരു പൂർണ്ണ വിശ്വാസിയല്ല, എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇന്നത് VIP ഹീലേഴ്സിനത് കൈമാറി കൊടുത്തു. ഇന്ന് VIP ഹീലേഴ്സ് അദ്ദേഹം ഉപയോഗിച്ചൊരു പദമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഹീലിംഗ് എല്ലാം കൊടുത്തേക്കാണ് എന്നൊരു വ്യത്യാസം ഈ സമൂഹത്തിനുണ്ടായി എന്ന് പറഞ്ഞു. ഒരർത്ഥത്തില് ശരിയല്ലേ ദൈവമക്കളെ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൈവജനം കൂടി വരുന്ന ഇടത്ത് സാധാരണക്കാരായ ദൈവമക്കൾ അവരൊരുമിച്ച് കൂടി വരുമ്പോൾ ഹൃദയത്തിന്റെ ഏകാഗ്രതയോട് ദൈവസ്നേഹിരുന്ന് ദൈവത്തോട് നിലവിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ, അത് രോഗമായിരുന്നാലും ഏതെല്ലാം വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായത് നമ്മുടെയൊക്കെ ജീവിത അനുഭവമാണ്. ദൈവത്തിന്റെ ഇഷ്ടം. ദൈവവൃത്യന്മാർ അവരുടെ പ്രത്യേക കഴിവോ അവരുടെ പ്രത്യേക അറിവോ ജ്ഞാനമോ പഠിപ്പോ ഒന്നുമല്ല. അവർ ദൈവാത്മ നിറവില് ദൈവവചനം ശുശ്രൂഷിക്കുന്നതിന് മധ്യത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ പെന്തക്കോസ്തിന്റെ ആദ്യ അനുഭവങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അതിലൊക്കെ കാലം മാറിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള VIP ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർക്ക് മാത്രമായി, അല്ലെങ്കിൽ മനുഷ്യന്റെ പേരുകൾ ഉയർത്തുന്ന നിലയിൽ അത് മാറിപ്പോയി. ഞാൻ ഈ ഭാഗം പറഞ്ഞതുകൊണ്ട് സന്ദർഭവശാൽ അത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. 6-7 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം എൻ്റെ റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു അവസരം ആ കാര്യങ്ങൾ ഓർപ്പിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളെന്ന് തന്നെ പറയുന്നത് മറ്റൊന്നിലേക്കുള്ളൊരു വിരച്ചൂണ്ടലാണ്. ദൈവശക്തിയെ പ്രദർശിപ്പിക്കുവാൻ, കർത്താവിങ്കിലേക്ക് അവരെ നയിക്കുവാനുള്ളൊരു മുഖാന്തരമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ മനുഷ്യൻ സൗഖ്യമായത് കണ്ടപ്പോൾ അനേകർ വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി മാറി എന്ന് ഇവിടെ തന്നെ വ്യക്തമാണ്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ യേശുവിനെ അവർക്ക് പ്രസന്റ് ചെയ്യുന്ന പത്രോസിന്റെ രണ്ടാമത്തെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക്, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഈ തിങ്കളാഴ്ച ദിവസം ബൈബിൾ സ്റ്റഡി ആയിട്ട് പോകുന്നത് കൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ദൈവവചനം എന്നുള്ള നിലയിൽ ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെ നമുക്ക് സാവകാശം പോലെ നമുക്കത് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്നാൽ ഇന്ന് ആ 3-ാം അധ്യായം നമ്മൾ ഈ പഠിച്ചു വരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് 2-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, ദൈവസഭ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ദൈവത്തിന്റെ വചനം അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കർത്താവിന്റെ സാക്ഷികളായി അവർ മാറുകയാണ്. അവിടെയാണ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ കയ്യാൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള വിശദീകരണത്തോടുകൂടെയാണ് 3-ാം അധ്യായം തുടങ്ങുന്നത്. എന്നാൽ ഈ 3-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അനന്തരമായി ഈ പത്രോസിന്റെ പ്രസംഗങ്ങളുടെ കഴിഞ്ഞു എന്താണ് ഈ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ മനുഷ്യനുണ്ടായ സൗഖ്യം എങ്ങനെ ഉണ്ടായി എന്നിത്യാദി കാര്യങ്ങളെല്ലാം പത്രോസ് തന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നതാണ് 3-ാം അധ്യായം മുതൽ ഒടുവരെ നമ്മൾ കാണുന്നത്. എന്നാൽ അടുത്ത 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ അനന്തര ഫലം, ഈ അത്ഭുതം നടന്നതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അതിന് ശേഷം ആ കമ്മ്യൂണിറ്റിക്ക് എന്താണ് സംഭവിച്ചത്, അത് വളരെ ചിന്തനീയമാണ്. മറ്റൊന്നുമല്ല, ദൈവസഭയ്ക്ക് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരും. 4-ാം അധ്യായം തൊട്ട് പെർസിക്യൂഷനാണ്, പീഡനത്തിലൂടെ സഭ പോകുന്നൊരു അവർ അനന്തരഫലമായി 2 കാര്യങ്ങൾ പറയാം. 1, പീഡനമുണ്ടായി. 2, അവര് പിന്നെയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് അവർ തുടരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പീഡനമുണ്ടാകും. ഈ 3, 4, 5, 6 അധ്യായങ്ങൾ നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിലും കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകുന്നു. 2-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിക്കുന്നു. എന്നാൽ 3-ാം അധ്യായം തൊട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ, ഒരുമിച്ച് വായിച്ചാൽ ഇതിനകത്തെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഒരു എതിരാളി, ദൈവവചനത്തിനും സുവിശേഷത്തിനും ഒരു എതിരാളി ഉണ്ടെന്നുള്ളത് അവിടെ വ്യക്തമാകുകയാണ്. അതിന് ഒന്നുകൂടെ പറഞ്ഞാൽ 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യത്തിൽ മാത്രമേ സാത്താൻ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും ഈ 3-ാം അധ്യായം നടന്ന ഈ സംഭവത്തിന്റെ അനന്തരഫലമായി നമ്മൾ ഓരോ അധ്യായം പഠിച്ചു വരുമ്പോഴും അവിടെയെല്ലാം ചില പൈശാചികമായ ഇടപെടലുകൾ അല്ലെങ്കിൽ സാത്താന്യമായ ചില ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നതായിട്ട് 6-ാം അധ്യായം വരെ നമ്മൾ വായിക്കും. അല്ലെങ്കിൽ ഈ 3, 4, 5, 6 അധ്യായങ്ങളിലെല്ലാം നടന്ന സംഭവത്തിന്റെ എല്ലാം അനന്തരഫലമായി, അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൽ നടന്ന സംഭവത്തിന്റെ അനന്തരഫലമായി നമ്മൾ ഓരോ അധ്യായങ്ങളിലേക്ക് കയറുമ്പോൾ അവിടെയെല്ലാം പൈശാചികമായി ഈ ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പരിശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്, ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ നിറവിൽ മുൻപോട്ട് പോകുമ്പോൾ തുടർന്ന് നമ്മൾ കാണുന്നത് അതിനുള്ളിൽ പിശാച് വളരെ തന്ത്രപൂർവം ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് അടുത്ത 3, 4, 5 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ടെ, 1, 2 കാര്യങ്ങൾ അവിടെ ഞാൻ പറഞ്ഞു. ഈ 5-ാം അധ്യായത്തിന്റെ 3, 4 വാക്യം വായിച്ചാട്ടെ. 5-ാം അധ്യായത്തിന്റെ 3, 4 വാക്യമാണ് അതിന്റെ ആ ഒരു പേര് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് അവിടെ സാത്താൻ എന്നുള്ള പദം അവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, 4-ാം അധ്യായത്തിൽ വരുമ്പോൾ സൻഹെദ്രിൻ സംഘം, അന്നത്തെ യഹൂദന്മാരുടെ കൗൺസിൽ, സുപ്രീം കൗൺസിലാണ്. ആ സൻഹെദ്രിൻ സംഘം ഒരുമിച്ച് ചേർന്ന് ഇവരെ വിളിച്ചു വരുത്തുന്നു. പത്രോസിനെ യോഹന്നാനെയും വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവരെ പിടിക്കുന്നു. അതിന്റെ 4-ാം അധ്യായം ഒടുവിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് അവർക്ക് പെർസിക്യൂഷൻ ആരംഭിക്കുകയാണ്, പീഡ ആരംഭിക്കുകയാണ്. അവരോട് പറഞ്ഞു, അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4:18. നോക്കുക, അപ്പോൾ 4-ാം അധ്യായത്തിൽ അവരുടെ പെർസിക്യൂഷൻ ആരംഭിക്കുകയാണ്, പീഡ ആരംഭിക്കുകയാണ്. പിശാച് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചൊരു പീഡ എന്ന് പറയുന്നത്, ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക പീഡയാണ്. എന്നാൽ ഇവിടെ ആദ്യമായി നമ്മൾ കാണുന്നു, അവരെ പിടിച്ച് ജയിലിലടക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ എന്ത് ചെയ്തു? കാവലാക്കി. അപ്പോൾ അവരെ പിടിച്ച് കാരാഗൃഹത്തിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജയിലിലാക്കുന്നുണ്ട്.
രണ്ടാമത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യരുത്? അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് തർജ്ജനം ചെയ്ത് അവരെ വിട്ടയക്കുന്നു. എന്നാൽ വീണ്ടും നമ്മൾ വായിക്കുന്നത് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിലേക്കൊന്ന് വന്നാട്ടെ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിക്കാമോ? 5:40. നോക്കുക, അവരെ വിട്ടയച്ചു. രണ്ടാം പ്രാവശ്യം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും അവരെ ജയിലിലാക്കുന്നുണ്ട്. എന്നാൽ എന്നാൽ ആ സമയത്ത് അവരെ അടുപ്പിക്കുന്നുണ്ട്, ജയിലിലാക്കുന്നു, അവരെ അടുപ്പിക്കുന്നു. അവരോട് പറഞ്ഞു, അവരെ തർജ്ജനം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുന്നു. നമുക്കറിയാം, ലൂക്കോസ് ഇത് രേഖപ്പെടുത്തുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. കർത്താവ് പറഞ്ഞ കാര്യം ലൂക്കോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഈ നാമനിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന ഉപദ്രവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവ് ഓർപ്പിച്ച കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഈ അവസരത്തിൽ നമുക്കത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-2 വാക്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ 22-ാം വാക്യം. നിങ്ങൾ ഭാഗ്യവാന്മാർ. മതി. 26-ാം വാക്യം നോക്കിയാട്ടെ. 6:26. പന്ത്രണ്ടാം അധ്യായം അതിന്റെ 11 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 12-ാം അധ്യായം അതിന്റെ 11 മുതൽ. വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. നോക്കുക, ഇനി 21-ാം അധ്യായം. 21-ാം അധ്യായം അതിന്റെ 12 മുതൽ ഒന്ന് നോക്കിയാട്ടെ. 21-ാം അധ്യായം 12 മുതലുള്ള വാക്യം. നിങ്ങളുടെ മേൽ കൈവച്ച് നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യും. കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഇത് തങ്ങളുടെ അരുമനാഥനായ കർത്താവ് പറഞ്ഞതിന്റെ നിവൃത്തിയാണെന്നുള്ള സന്തോഷത്തോടെ അവർ ഈ പ്രതിസന്ധികളെയെല്ലാം ധീരതയോടെ തരണം ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവസഭ പരിശുദ്ധാത്മ നിറവിൽ ദൈവജനം മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭ മുന്നോട്ട് പോകുമ്പോൾ, അതിന്റെ മറുഭാഗത്ത് ശക്തിയോടുകൂടെ അതിനെതിരായി പിശാച് തന്ത്രങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആദിമസഭയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളാണ് ചരിത്ര വീക്ഷണത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക പുസ്തകം പുതിയ നിയമത്തിൽ. ചരിത്ര വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അപ്പോസ്തല പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1-ാം നൂറ്റാണ്ട് മുതലുള്ള, അല്ലെങ്കിൽ 1-ാമത്തെ കൂടിവരു മുതലുള്ള സഭയുടെ അനുഭവങ്ങൾ. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ദൈവദാസന്മാർ പറയാറുണ്ട്. വെളിപ്പാട് പുസ്തകവും വാസ്തവത്തിൽ സഭയോടുള്ള ദൂതാണ്. നമുക്കറിയാം, ആദ്യത്തെ അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതുണ്ട്. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം മുഴുവനും നമ്മൾ എടുത്താൽ ദൈവസഭയ്ക്കുണ്ടാകുന്ന, അന്ത്യകാലത്തുണ്ടാകാൻ പോകുന്ന പീഡകളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ചിത്രമുണ്ട്. അവിടെ ഈ 2 പുസ്തകങ്ങളിലൂടെ കമ്പയർ ചെയ്ത് ചിലർ പഠിക്കാറുണ്ട്. സഭയെക്കുറിച്ച് പഠിക്കും. നമുക്കറിയാം, അവിടെ 7 സഭകൾക്ക് കൊടുക്കുന്ന ദൂതിനകത്തും സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്തമായ ഉപദേശങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദിമ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം ഈ പുസ്തകങ്ങളിലൂടെയെല്ലാം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയും വെളിപ്പാട് പുസ്തകം കൂടെ ചേർത്ത് നമ്മൾ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തികൾ ചരിത്രത്തിന്റെ വീക്ഷണത്തിൽ സഭ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ ചിന്താഗതിയോട് ചേർത്താണ് ഈ ഓർപ്പിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ മറ നീക്കി, അതായത് മറഞ്ഞിരിക്കുന്നതൊന്ന് പുറത്തു വരികയാണ്. ദൈവസഭയ്ക്കെതിരായി ഉണ്ടാകുന്നതായ പീഡകൾ, അല്ലെങ്കിൽ കർത്താവിനും അവന്റെ സഭയ്ക്കും എതിരെ ഉണ്ടാകുന്നതായ ആ വലിയ യുദ്ധത്തെക്കുറിച്ചും നമ്മളതിനെ
മഹാസർപ്പമെന്നോ കള്ളപ്രവാചകന്മാരെന്നോ എന്നൊക്കെയുള്ള നിലകളിൽ വായിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവസഭയ്ക്കുണ്ടാകുന്ന പീഡകൾ, അല്ലെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കുവാൻ വരുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ വരുന്നതായ ശക്തികൾ, എതിർ ശക്തികളെ കുറിച്ച് മറുനീക്കി കാണിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇത് രണ്ടും യാഥാർത്ഥ്യമാണ്. അപ്പൊ ചരിത്രത്തിൽ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങളിലൂടെ, അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിൽ ആന്തരികമായി ഇതിനെതിരെ നടക്കുന്നതായ, നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ദൃഷ്ടിക്കൊക്കെ അഗോചരമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ യോഹന്നാന് ദൈവം നൽകുന്ന വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സന്ദർഭവശാൽ ഞാനത് ഓർപ്പിച്ചെന്നേ. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ സഭയുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള, അല്ലെങ്കിൽ ഇനി എടുക്കപ്പെടുന്നതിന് ശേഷമുള്ള അവസ്ഥകളെക്കുറിച്ചെല്ലാം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അതേ പ്രവചന പുസ്തകമായി നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 4, 5, 6 അധ്യായങ്ങളിൽ ഒന്നാമതായിട്ട് ശാരീരിക പീഡനം അവർക്ക് ആരംഭിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കോമണായി ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു മോറൽ കോംപ്രമൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഭാഗം ചിന്തിച്ചതാണ്. ഡിസപ്ഷൻ, ചതിവാണ്. ഭൗതികമായി 2-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്ന് നിഷ്കർഷിച്ച ഒരു നിയമമല്ലായിരുന്നു. വസ്തുവയെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണമെന്നുള്ളൊരു കോമൺ നോമൊന്നും അല്ലായിരുന്നു. അവർക്ക് വസ്തുവ അവകാശപ്പെടുന്നതോ ധനം കയ്യിൽ വെക്കുന്ന ഒരു പാവമായിട്ടൊന്നും അവിടെ ചിത്രീകരിച്ചിട്ടില്ല. എന്നാൽ അനന്യാസിനെയും സഫീറയെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഡിസപ്ഷനാണ്, ചതിവാണ്, കപടം കാണിച്ചതാണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനാണ്. അതുകൊണ്ട് പിശാച് ഉദ്ദേശിച്ചത് എന്താണ്? ദൈവസഭയെ കളങ്കപ്പെടുത്തുക, മോറൽ ഡിസപ്ഷൻ ഉണ്ടാക്കുക. നമ്മുടെ മുമ്പിൽ വരുന്നൊരു വ്യക്തി, നമ്മളോട് 2 പേർ തമ്മിൽ കാണുന്നു, ഒരു വ്യക്തി ഒരു വ്യക്തിയോട് കള്ളം പറയുന്നു. ആ കള്ളം പറയുന്നത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കും? നമ്മളോട് ഒരാൾ പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് എങ്ങനെ അറിയും? പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് പരിശുദ്ധാത്മപൂർണനായി, ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. 5-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന ഇതാണ്. പത്രോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി അവനോട് പറയുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. ആ ആ ആ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ആ ആ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവസഭ പരിശുദ്ധാത്മ നിറവിൽ മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് പിശാച് ചിലർ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. സാത്താൻ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുന്നു? കൈവശമാക്കി. ആ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്റെ ദാസന്മാരെ നിറയ്ക്കുമ്പോൾ, തന്റെ മക്കളെ നിറയ്ക്കുമ്പോൾ പിശാച് ഒരു കൂട്ടരുടെ ഹൃദയത്തെ ഇൻഡ്യൂസ് ചെയ്യാണ്. എന്തിനു വേണ്ടി? വ്യാജം കാണിക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ വ്യാജം കാണിക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുകയാണ്. ഈ വേർഡിന് തമ്മിലൊരു സാമ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ നമ്മളോട് പറയുന്നൊരു കാര്യം അത് വ്യാജമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? അതിനാണ് നമ്മൾ ദൈവത്തിൽ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിന് നൽകിയ ഒരു ഡിസേണിങ് പവറാണല്ലേ, ഇല്ലേ? സ്വാഭാവികമായിട്ടും അതൊരു വിവേചനത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ വിവേചിച്ചത് കൊണ്ടാണ് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഈ സ്പിരിച്വൽ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആത്മീയ വഞ്ചന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവവചനത്തോട് ബന്ധപ്പെട്ടായിരുന്നാലും വ്യക്തികളെ മനസ്സിലാക്കുന്നതിലായിരുന്നാലും നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം വഞ്ചന നടക്കുന്ന ഒരു മേഖലയാണ് ആത്മീയ ലോകം. നമ്മളത് തിരിച്ചറിയാതിരിക്കരുത്. സ്പിരിച്വൽ ഡിസെപ്ഷൻ വളരെയുണ്ട്. അത് തന്നെ ഒരു ടോപ്പിക്കാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധാത്മ നിറവ് എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? വാസ്തവത്തിൽ അതിനെ വിവേചിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകും. പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് ഡിസെപ്ഷനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. പോകട്ടെ, അപ്പോൾ ഇവിടെ ഒന്ന് ശാരീരികമായ പീഡനം സഭയ്ക്കുണ്ടാകുന്നു. അതാണ് ഒന്നാമത് അഴിച്ചുവിട്ടത്. പിശാച് ഒന്നാമത് അഴിച്ചുവിട്ട ശാരീരിക പീഡനം. ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചാൽ ഇവരിനി കൂടത്തില്ല, രോഗികളായിട്ട് കിടന്നോളൂ, അല്ലെങ്കിൽ ഇവർ ഇല്ലായ്മയായി പോകുമെന്ന് വിചാരിച്ചാണ് പിശാച് എന്ത് ചെയ്തു? അന്നത്തെ സന്നിഹദ്രീൻ സംഘത്തെയും റോമൻ ഭരണകൂടത്തെയെല്ലാം ദൈവസഭയ്ക്കെതിരായിട്ട് തിരിച്ചു. സഭയ്ക്കുണ്ടായ പീഡനത്തെക്കുറിച്ച്
ഞാൻ വിശദീകരിക്കാതെ ദൈവങ്ങൾക്കറിയാം. 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കുണ്ടായ പീഡനം വളരെയധികം ക്രൂരമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. റോമൻ ചക്രവർത്തിമാർ, പ്രധാനപ്പെട്ട 10ഓളം റോമൻ ചക്രവർത്തിമാരെല്ലാം തന്നെ അവരെക്കുറിച്ച്, ചിലരെക്കുറിച്ച് പറയുന്ന അവർ ഭ്രാന്ത സ്വഭാവമുള്ളവരായിരുന്നു. വളരെ മൃഗീയമായ നിലയിലാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ചരിത്രം, പ്രത്യേകിച്ച് നീറോയുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ പീഡയിലൂടെ ഈ സഭയെ കടത്തിവിട്ടാൽ അവരുടെ വിശ്വാസം ത്യജിച്ച് ഈ മാർഗം നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ആ പീഡകളുടെ എല്ലാം മധ്യത്തിൽ ദൈവസഭ എന്ത് ചെയ്തു? അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും അവർ പീഡനമേൽക്കുന്തോറും അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ അവർ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? അവിടെ ഇവിടങ്ങൾ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ എല്ലാം സഭകളോട് തുടങ്ങി. അപ്പോൾ പീഡകൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ശാരീരിക പീഡനത്തിൽ കൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ അടുത്തതായിട്ട് അവർ പിശാച് ഉപയോഗിച്ച തന്ത്രമാണ്, ഇതിനുള്ളിൽ എങ്ങനെങ്കിലും കയറാൻ പറ്റിയാൽ ദൈവസന്നിധിയിലുള്ള നിർമ്മലതയും ഭക്തിയെയും ഇല്ലായ്മ ചെയ്യുന്ന അശുദ്ധി ദൈവജനത്തിന്റെ ഇടയിൽ കടത്തിവിട്ടാൽ അവരുടെ ശക്തി ക്ഷയിക്കുമെന്ന് പിശാചിന് മനസ്സിലായി. അല്ലെങ്കിൽ മോറൽ ഡിസെപ്ഷൻ എന്ന് പറയും, ധാർമ്മികമായി അവരെ പരാജയപ്പെടുത്തിയാൽ. അതാണ് 5-ാം അധ്യായത്തിൽ അവൻ ശ്രമിച്ചത്. അവരിൽ അശുദ്ധി കടത്തിവിട്ട്, കപടം കടത്തിവിട്ട്, അവരുടെ ആ ദൈവസന്നിധിയിലുള്ള അവരുടെ ആ നിർമ്മലതയെ ചോദ്യം ചെയ്യാനുള്ള രണ്ടാമത്തെ ശ്രമമാണ് മോറൽ കോംപ്രമൈസ് എന്ന് പറയും. ധാർമ്മികമായുള്ള അവരുടെ ആ നിലവാരത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കടന്നു വന്ന ഒരു തന്ത്രമാണ് 5-ാം അധ്യായത്തിൽ നടന്നത്. എന്നാൽ നമുക്കറിയാം, പരിശുദ്ധാത്മപൂർണരായ ദൈവത്തിന്റെ ദാസന്മാർ അതിനെ നേരാംവണ്ണം കൈകാര്യം ചെയ്തതുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുക്കാതെ ദൈവസഭ വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. നമ്മൾ പറയും പുതിയതായിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം അല്ലാത്ത സമൂഹമാണെന്നും കാലഘട്ടം മാറിയെന്നൊക്കെ പറയുമ്പോഴും ദൈവവചനം പരിശോധിച്ചാൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. പീഡനങ്ങൾ ഇന്നുമുണ്ട്. ദൈവസഭയ്ക്കുള്ള പീഡനങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്ത് നമുക്കങ്ങനെ ശാരീരിക പീഡനങ്ങൾ ഇപ്പോഴില്ല എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മുടെ മാതൃരാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾ പലരും ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വാസ്തവമായൊരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം മോറൽ കോംപ്രമൈസ്. ദൈവസഭകൾ പലതും ഒരു കാലത്ത് സ്വീകരിച്ചിരുന്ന ദൈവീയ വിശുദ്ധി, ദൈവീയ വേർപാടൊക്കെ നഷ്ടപ്പെടുത്തി ലോകമായിട്ട് കോംപ്രമൈസ് പോകുന്ന കാഴ്ച പുതുമയൊന്നുമല്ല. ദൈവമക്കളെ, നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളെ വിധിക്കുവാൻ നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മെ തന്നെ ശോധന ചെയ്യണം. കർത്താവേ, എവിടെയെങ്കിലും ധാർമ്മിക ജീവിതത്തിൽ നമുക്ക് കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പലതും കണ്ണടയ്ക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിൻ്റെ പോരാട്ടങ്ങൾക്ക്, തന്ത്രങ്ങൾക്കൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന 6-ാം അധ്യായത്തിലാണ്. 5 കഴിഞ്ഞ് 6-ാം അധ്യായത്തിൽ വരുമ്പോഴും അതിൻ്റെ പ്രധാന ക്യാരക്ടർ പിശാച് തന്നെയാണ്. അതിനകത്തെ പ്രധാന വിഷയം പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പുറവിറുപ്പ് അവിടെ ഉണ്ടാകുകയാണ്. ദൈവസഭയിൽ ആത്മീയ സന്തോഷത്തിൽ പോകുന്ന, ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന ദൈവസഭയ്ക്കകത്ത് പെറുവിറുപ്പുണ്ടോ? 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായി, പുറവിറുപ്പുണ്ടായി. അവിടെ വാട്ടവർ റീസൺ എന്തായാലും പുറവിറുപ്പല്ലേ, പുറവിറുപ്പുണ്ടായി. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയത്തെക്കാൾ അതിൻ്റെ ലക്ഷ്യം ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ വചനത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യുക. അതല്ലേ നമ്മളവിടെ വായിച്ചത്? 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അവിടെ അപ്പോസ്തലന്മാരുടെ ചെവിയിൽ ഇതെത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അതിന്റെ 2-ാം വാക്യം. ആ ആ ആ ആ ആ ഞങ്ങളോ പ്രാർത്ഥനയിലും. അപ്പോ അവർ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാനുള്ള അവസരത്തെ എടുത്തു കളഞ്ഞ് കേവലം മേശയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമായിരുന്നു അത്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയും, വഴിതിരിച്ചു വിടുക. പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കുമുള്ള അവസരങ്ങളെ മറ്റ് നിലകളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് വിട്ടാൽ പിശാചിന് മനസ്സിലായി, ഇവരെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാമെങ്കിൽ ഇതങ്ങ് ശൂന്യമായി പോയിക്കോളൂ. ദൈവദാസന്മാർ അതിനെ പരിശുദ്ധാത്മ നിറവിൽ അതിനെ കൈകാര്യം ചെയ്തവർ പറഞ്ഞു, ഞങ്ങളോ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. ഈ ദൈവവചനവും പ്രാർത്ഥനയും യഥോചിതം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് അതിലുറ്റിരിക്കാൻ കഴിഞ്ഞില്ല. ആ ഉറ്റിരിക്കുക എന്നുള്ള വേർഡ് 10 പ്രാവശ്യം, 8, 9, 10 പ്രാവശ്യമാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം
പ്രാർത്ഥനയോടും വചന ശുശ്രൂഷയോടും ബന്ധപ്പെട്ടാണ് 6 or 7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വേർഡ്സ് 1-2 വേർഡ്സേ ഉള്ളൂ അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം പ്രാർത്ഥനയുമായിട്ടും വചന ശുശ്രൂഷയുമായിട്ടും ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന വേർഡാണ് ഉറ്റിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, ഇത് രണ്ടും കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും കൊടുക്കേണ്ട പ്രാധാന്യം കുറഞ്ഞു പോയാൽ, ഡിസ്ട്രാക്റ്റ് ആയി പോയാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ദുരുപദേശങ്ങൾ കയറുന്നത്. ദൈവവചനം വേണ്ടതുപോലെ പഠിപ്പിക്കാനുള്ള അവസരമില്ലാതെ വരുമ്പോൾ, ദൈവദാസന്മാർക്ക് വേണ്ട നിലയിൽ ദൈവവചനം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായുള്ളത് ഫോൾസ് ടീച്ചിങ്ങിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു പോകും. അങ്ങനെയാണ് ആദിമസഭയിൽ ദുരുപദേശങ്ങൾ കയറിക്കൂടിയത്. യഥാർത്ഥമായ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന്, ആ ദൈവവചനത്തിൻ്റെയും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് അവർ ഡിസ്ട്രാക്റ്റ് ആയി പോകുമ്പോൾ അന്യത ഉപദേശിക്കുന്നിടത്തിലേക്ക് ആളുകൾ കടന്നു പോകും. ദൈവവചനത്തിന് ഉപദേശത്തിന് വിരുദ്ധമായതിലേക്ക് ജനം ശ്രദ്ധിക്കാനായിട്ട് തുനിയും. ഇതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് സഭകളിൽ ദുരുപദേശം കടന്നുകൂടുന്നത്. അത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിന് സമാനമായൊരു അനുഭവം വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മുടെ ചിന്താവിഷയ അപ്പോസ്തല പ്രവൃത്തിയാകുന്നു. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, അവരെ ഡിസ്ട്രോയ് ചെയ്യുക, അവരെ ശാരീരികമായി നശിപ്പിച്ചു കളയുക, ഇല്ലായ്മ ചെയ്യുക. രണ്ടാമതായി നമ്മൾ കാണുന്നത് മോറൽ ഡിസെപ്ഷനാണ്, അല്ലെങ്കിൽ ധാർമ്മികമായി അവരെ അധപ്പതിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ അശുദ്ധമാക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമതായിട്ട് അവരെ ദൈവികമായ ശുശ്രൂഷയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ കൊണ്ടുവരിക. ദൈവമക്കളെ, ഇത് ഇന്നും പിശാച് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവസഭകളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശാരീരിക പീഡനങ്ങൾ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് ജീവിതങ്ങളെ അവൻ വഴിതെറ്റിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പലതിനോടും കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവജനമെന്ന് അവകാശപ്പെടുന്ന പലരെയും പിശാച് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെ മറികടന്ന് ഡിസ്ട്രാക്റ്റ് ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭ അതിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ, ദുരുപദേശങ്ങളിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോകുന്ന അവസ്ഥ ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെയാണ് ആദിമസഭ എങ്ങനെ അതിനെ ജയിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു കൂട്ടം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മറന്നു പോകരുത്, അടുത്ത 3, 4, 5, 6 അധ്യായങ്ങൾ പിശാച ശക്തിയോടുകൂടെ എതിർപ്പുമായി മുന്നോട്ട് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവസഭ അതിനെ തരണം ചെയ്തു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ദാസന്മാർ അതേ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വചനവുമായി മുമ്പോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല, 2 അനുഭവങ്ങൾ. ഒന്ന്, പീഡനങ്ങൾ അവർക്കുണ്ടായപ്പോൾ തന്നെ 4-ാം അധ്യായം നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗമാണ്. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. 4-ാം അധ്യായത്തിൽ അവര് ഈ വിവരങ്ങൾ കേട്ട സമയത്ത്, അതിന്റെ 4-ാം അധ്യായം 23 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവസഭ അവർക്ക് ഇതിന്റെ അനന്തര ഫലമായിട്ട് അവരിൽ ഉണ്ടായ ചില കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പറഞ്ഞു, പീഡനമുണ്ട്. പീഡനം അവർക്ക് തുറന്ന് അനുഭവിക്കേണ്ട വന്നെങ്കിലും, രണ്ടാമതൊരു കാര്യം പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 23 മുതൽ ചില വാക്കുകൾ വായിച്ചു നിർത്താം. അത് കേട്ടിട്ട് അവർ ഓരോമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. മതി, നമുക്കറിയാം. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് വായിക്കുന്നത്. അതിന് 30-ാം വാക്യം മുതൽ വായിച്ചാൽ മതി. എന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. അടുത്തത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മതി, അവരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവജനമേ, അതിന്റെ അവസാനം ഇതിന്റെ എല്ലാം അനന്തര ഫലമായി ഉണ്ടായത് പ്രാർത്ഥനയിൽ അവർ കുറഞ്ഞൊന്നല്ല, അവർ വീണ്ടും ശക്തിയോട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിലവിളിക്കാനായിട്ട് ഒരുമനപ്പെട്ടവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി.
ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ശാരീരിക പീഡനങ്ങളും അധാർമികതയും, അതെ, അവരുടെ ശ്രദ്ധയെ പതറിപ്പിക്കുന്ന വിവിധ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിന് മുമ്പിൽ വന്നപ്പോൾ അതിനടിയറവ് പറയാതെ പ്രാർത്ഥനയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു സഭ. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി ദൈവം അടയ്ക്കാം. ഏത് കാലഘട്ടത്തിലായിരുന്നാലും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ അറിവുകൊണ്ടോ പാണ്ഡിത്യം കൊണ്ടൊന്നും നമുക്ക് ആമേൻ ക്രിസ്തീയ ജീവിതം വിജയമായി നയിക്കണമെന്നില്ല. ദൈവസന്നെ മുട്ടുമടക്കുന്ന ഒരു ദൈവ വൈതലേ, പിശാച് അവൻ്റെ എത്ര ശക്തിയോടുകൂടി എഴുന്നേറ്റ് വന്നാലും അതിനെല്ലാം ജയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ ശ്രദ്ധ പതറിപ്പോകാതെ ദൈവസനെ നമ്മൾ വിനിയോഗിക്കുന്ന സമയവും ദൈവവചനത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യവും അത് ജീവിതത്തിൽ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് ഞാൻ നിങ്ങൾ വന്നിരിക്കുകയാണ്. ചരിത്രവും കാലഘട്ടങ്ങളും ഒക്കെ ആവർത്തിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ശ്രദ്ധ പലതിലേക്ക് തിരിഞ്ഞു പോകുന്നു. ലോകത്തിലേക്ക്, ലോക ഇമ്പങ്ങളിലേക്ക്, ലോകത്തിൻ്റെ നേട്ടങ്ങളിലേക്കൊക്കെ മനുഷ്യരുടെ ശ്രദ്ധ അല്ല, വിശ്വാസികളുടെ ശ്രദ്ധ പതറിപ്പോകുന്നൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു നിലയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നാം മറ്റുള്ളവരെ വിധിക്കണം. നമ്മെ തന്നെ കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലുറ്റിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നേറുവാൻ നമ്മെ തന്നെ ഇന്ന് രാത്രികാലം ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ തിരുവചന പഠനം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി അതിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവെ, നിൻ്റെ വചനത്തോട് നിൻ്റെ സന്നിധിയിൽ സമയങ്ങളിൽ ചിലവഴിക്കുന്നതിൽ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, അധാർമികമായ പ്രവൃത്തി, മോറൽ കോംപ്രമൈസ്, ഒരു കാലത്ത് വിലയുള്ളതായി നാം കരുതിയതും ഒരു കാലത്ത് കർത്താവിൻ്റെ നാമനിമിത്തം നാം വിട്ടുകളഞ്ഞതുമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങളോ അതേ സാഹചര്യങ്ങളോ നമ്മെ അതിനെ തിരിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നമുക്കൊരു തീരുമാനം എടുക്കാനാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ അന്യവരെ നിൽക്കുവാൻ, കൃപയിൽ നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സാഹചര്യങ്ങൾ മാറി പറഞ്ഞു വരും, ദൈവവചനത്തിന് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ ആ കർത്താവിൻ്റെ വചനത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇന്ന് രാത്രിയിലും ദൈവവചന കേൾവിക്കായി കടന്നു നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് പുതുക്കാം. ആമേൻ. പിശാച് കൊണ്ടുവരുന്ന ഓരോ തന്ത്രത്തെ, ദൈവസഭയ്ക്ക് വിരുദ്ധമായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെ, അത് വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും ദൈവസഭയോടുള്ള ബന്ധത്തിലായിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നേറുവാനുള്ള ദൈവശക്തി നമുക്ക് സംഭരിപ്പാൻ, ദൈവസന്നിധി താണിരുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളുടെ ഭാഗം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സഹോദരന്മാരൊരാളെ ശബ്ദവർത്തി പ്രാർത്ഥിച്ചു.